ഗുരുവായൂരിലെ ക്ഷേത്രകുളത്തിലൊരു അന്യമതസ്ഥ റീൽ ചെയ്തതിന്റെ പേരിൽ ചില പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ ഗുരുവായൂരിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിഷയം അതൊന്നുമല്ല, ഒരു പറ്റം വെട്ടുകിളികൾ ഈ വാർത്തയെ ഏറ്റുപിടിച്ചുകൊണ്ട് വർഗീയ വിഷം ചീറ്റുന്നുണ്ട്. അത്തരക്കാരുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിലെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. ഗുരുവായൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് കാലുകുത്താൻ പോലും കഴിയാത്ത വലിയൊരു സമൂഹം കുറച്ച് വർഷങ്ങൾ മുമ്പേ ഇവിടെ ജീവിച്ചിരുന്നു. വേദങ്ങൾ കേട്ടാൽ കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിദ്യാഭ്യാസം ജന്മിയുടെ മക്കൾക്ക് മാത്രമായിരുന്ന ഒരു കാലം. റോഡിൽ കൂടി നിവർന്നു നടക്കാൻ പോലും എല്ലാവർക്കും അവകാശമില്ലാത്ത ഒരു കാലം. അന്ന് ഈ അവകാശങ്ങളൊക്കെ ഹിന്ദു സമൂഹത്തിലെ തമ്പ്രാക്കന്മാർക്കും ജന്മിമാർക്കും മാത്രമുള്ളതായിരുന്നു. ഇന്ന് ഗുരുവായൂരിൽ എല്ലാ ഹിന്ദുക്കൾക്കും കയറി തൊഴുകാനുള്ള അവകാശം പോലും കിട്ടിയത് പൊരുതി നേടിയതാണ്. അല്ലാതെ ഒരു ജന്മിയുടെയും ഒരു തമ്പ്രാന്റെയും ഔദാര്യമല്ലെന്ന് ഇന്നത്തെ വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഗുരുവായൂരിൽ നടക്കുന്ന ചില വെറൈറ്റി ആചാരങ്ങളിലേക്ക് വരാം. കണ്ണനെ കാണാനും പ്രാർത്ഥിക്കാനും 2 വഴികളുണ്ട്. ഒന്ന്, മണിക്കൂറുകളോളം വരിയിൽ ക്യൂ നിന്ന് കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. മറ്റൊരു വിഭാഗം ആളുകൾ ചില്ലറ അധികം കൊടുത്ത് ഒരു ക്യൂവും തിരക്കുമില്ലാതെ കണ്ണനെ കണ്ടു പുറത്തിറങ്ങും. ഇതാണ് ഗുരുവായൂരിൽ നടക്കുന്ന ഒരു വെറൈറ്റി ആചാരം. അങ്ങനെയുള്ള ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ ജാസ്മിൻ ഒന്നിറങ്ങിയാൽ കുറച്ച് നോട്ട് കെട്ടുകൾ അവിടെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇന്ന് ഗുരുവായൂരിലുള്ളൂ. അതുകൊണ്ട് തന്നെ പണത്തിന് മാത്രം ഗുരുവായൂരിൽ പ്രത്യേകിച്ച് അയിത്തമില്ലെന്ന് ചില അഭിനവ വിശ്വാസികൾ മനസ്സിലാക്കുന്നത് നന്നാവും.